അനന്തരം അവർ ബാൽ പെയോരിനോട് ചേർന്ന്, അതായി വീഴാൻ കാര്യം, ബാൽ പെയോറിനോട് ചേർന്ന്, ബാൽ പെയോർ എന്ന് പറഞ്ഞാൽ ബിലയാമിനോട് ചേർന്നു, ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. ചുരുക്കമായിട്ട് പറയാം, ബിലയാമിന്റെ ഉപദേശം ഇതാ: അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും. ഇതാ ബിലയാമിന്റെ ഉപദേശം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം: രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നീയെ ജീവിത അനുഭവങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. ഇല്ല. പഠിക്കാൻ പോകുമ്പോഴും പഠിക്കുന്നിടത്തൊക്കെ കണ്ണും കയ്യും എല്ലാം കാണിച്ച് അവസാനം വളച്ചെടുത്ത് പാസ്വേഡ് വന്ന് പറയാം, ഞാൻ ഇനി അവളല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. ഉടനെ അവനും പറഞ്ഞു സ്തോത്രം, അവളും പറഞ്ഞു എനിക്ക് അച്ചാച്ചനല്ലാതെ. പാസ്വേഡ് വന്ന് പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എങ്ങനെയാലും ഒപ്പിച്ച് തരാൻ. ഉടനെ ഓഫറിങ് ഒക്കെ കൊടുത്ത് എങ്ങനെയാലും ഒപ്പിച്ച് തന്നാൽ ഞാൻ പാസ്റ്ററെ കാണേണ്ടതുപോലെ. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ കുഞ്ഞു മക്കളോട് ഒരു കാര്യം പറയാം: ആവശ്യമില്ലാത്തൊരു ഫോട്ടോയും നിങ്ങളുടെ മൊബൈലിൽ കാണരുത്. അഥവാ ആരെങ്കിലും എന്തെങ്കിലും കണ്ണം കയ്യുമൊക്കെ കാണിച്ച അമ്മയോട്, പെൺപിള്ളേർ അമ്മയോട് ഒന്ന് പറയണം, അമ്മേനെ കണ്ണ് കാണിച്ചിരുത്തിയിരിക്കുക. ഇനിയിപ്പോൾ അമ്മയോട് തന്നെ പറയാം. അമ്മയെ കണ്ണ് കാണിച്ച് ആരോട് പറയുന്നിടത്ത് അമ്മ നോക്കിയിരിക്കുക. മോടെ മൊബൈലിൽ ഒരു ഫോട്ടോയേ ഉള്ളൂ, അമ്മയുടെ മൊബൈലിൽ 5 ഫോട്ടോയാണ് അവിടെ വന്ന് തട്ടി ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മക്കളോട്, പെൺകുഞ്ഞുങ്ങളോട് പറയാ, ആവശ്യമില്ലാത്ത ആരിലും വർത്താനം പറയുകയോ നോക്കുകയോ ചിരിക്കുകയോ ആ വിധത്തിൽ ഒക്കെ ചെയ്താൽ അമ്മയോട് എന്ന് പറയണം. മറച്ചു വെക്കരുത്, അന്ന് തന്നെ പറഞ്ഞോണം. ആൺപിള്ളേരും അങ്ങനെ തന്നെ അപ്പനോട് പറയണം, എന്നാ നിന്നെ ചതിക്കും, നിന്നെ നശിപ്പിച്ച് കളയും, അതിനിടവരുത്തരുത്. മാതാപിതാക്കളുടെ കാര്യമെല്ലാം തുറന്ന് പറയണം. മനസ്സിലായോ? വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ബന്ധത, ആവശ്യമില്ലാത്തതൊന്നും പാടില്ല. കൊച്ചുമക്കളോടുമൊക്കെ പറയാം, നാട്ടുകാർ, മറ്റുള്ളവർ, ലോകക്കാർ കാണിക്കുമ്പോഴൊന്നും നിങ്ങൾ കാണിക്കരുത്. നിങ്ങളുടെ സംസാരം, വസ്ത്രധാരണം, ഇടപാട്, സമീപനം ഇതെല്ലാം ദൈവമക്കൾക്ക് യോജിച്ചതായിരിക്കണം. അപ്പുറത്തെ ബ്ലസ് ചിലപ്പോൾ കമ്മലിടും, മാലയിടും, പൊട്ടുകുത്തും, പിരിയം പഠിക്കും. അത് നിനക്ക് പാടില്ല. നീ ദൈവമക്കളാ, ദൈവവൈതല്ല. നീ ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിക്കുകയും തിരുമേശി കിടക്കുന്നയാളാ. നിനക്കത് പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ, സ്തോത്രം. ആ കൊച്ചാമ്പിള്ളേരോട് പറയാം, അവൻ ചിലപ്പം ഇത്തറ്റ ഉള്ള നിക്കറിട്ടോണ്ടായിരിക്കും നടക്കുന്നത്, അല്ലെ കീറിയതും പറഞ്ഞ്, അതിപ്പോൾ ഫാഷനല്ലേ. അവൻ ചിലപ്പം മുടിയെല്ലാം നീട്ടിയും വെട്ടി, അതൊക്കെ അവൻ രക്ഷിക്കപ്പെടാത്തവനാ. അവൻ കാണിക്കുന്നത് പോലെ നീ കാണിക്കരുത്. നീ ദൈവവൈതല. ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതല. നമുക്കത് പാടില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ പറയണം, ഞങ്ങൾക്കത് പാടില്ല, ഞങ്ങൾ ദൈവമക്കളാന്ന് പറയണം. അവർ മുടി വെട്ടും പോലെ നീ വെട്ടരുത്, നീ ദൈവവൈതല. അവര് മുഖത്ത് ആവശ്യമില്ലാത്തത് കാണിക്കുന്നത് പോലെ നീ കാണിക്കരുത്, നീ ദൈവവൈതല. മറ്റുള്ളവര് കാണിക്കുന്ന കോപ്പറായൊന്നും ദൈവമക്കൾ കാണിക്കരുത്. നമുക്കൊരു വ്യവസ്ഥയുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരം വേണം ജീവിക്കാൻ. ഇനി കുഞ്ഞുങ്ങൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ മാതൃക കാണിച്ചു കൊടുക്കണം. പിള്ളേരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കൾ മാതൃകയോടെ ജീവിക്കണം കുഞ്ഞുങ്ങളുടെ മുൻപേ. അങ്ങനെ മാതൃകയോടെ ജീവിച്ചാൽ നമ്മളെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. ഇനി ഒരു കാര്യം കൂടെ കടത്തി പറയാം. നമ്മൾ മാതൃകയോടെ നിന്ന് അത് കണ്ടും കേട്ടും പിള്ളേർ വളരുക. പക്ഷെ ചില പിള്ളേർ പിടിവാശിയോടോ തന്നിഷ്ടത്തോടെ ജീവിച്ചാലും നീ പതറരുത്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോണം, ദൈവം മടക്കി വരുത്തും, ദൈവം തിരിച്ചു കൊണ്ടുവരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും നഷ്ടമല്ല. ഒന്നുകൂടെ തെളിച്ച് പറയാം, നമ്മൾ മാതൃകയോടെ നിന്ന് നല്ല രീതിയിൽ ജീവിച്ച് അത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ചിലര് അഥവാ തെറ്റിപ്പോകത്തില്ല. അഥവാ പോയാലും നിരാശപ്പെടരുത്, ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവം വിശ്വസ്തനാ.
മക്കളൊകവാ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിലെ മക്കൾ. നിന്റെ തലമുറ അധപ്പതിക്കാൻ, നശിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോടൊക്കെ നല്ല ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിശേഷിച്ച് പെൺപിള്ളേർക്ക് അമ്മമാർ നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണം. കിട്ടുമ്പോൾ കൂടുമ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കണം. മോളെ, ഈ വസ്ത്രം നമുക്ക് പറ്റുന്നതല്ല, അല്ല, ഇത് നമുക്ക് പറ്റത്തില്ല, നമുക്കത് ക്ഷീണമാണ്, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ സംസാരിക്കരുത്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരുടെ മുമ്പാകെ എഴുന്നേക്കണം, അവരെ ആദരിക്കണം. ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ആൺപിള്ളേരോടുമൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ളവരോട് സംസാരിക്കേണ്ട രീതികളുണ്ട്. ഇപ്പോൾ പ്രായമുള്ളവരെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. അവരെല്ലാം പിള്ളേരുടെ കൈ മൊബൈലാണ്. ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നാണ്, അതല്ലേ മിക്കടത്തും അതല്ലേ. പണ്ട് പ്രായമുള്ളവർ വന്നാൽ ഉടനെ എഴുന്നേൽക്കുക. പ്രായമുള്ളവരെന്നല്ല, ഒരു പുരുഷൻ വന്നാൽ അന്നേരം ആ സ്ത്രീ എഴുന്നേൽക്കുക. പേടിച്ചിട്ട് എഴുന്നേൽക്കുകയല്ല, ബഹുമാനമാണ്. ദൈവം ഓർഡർ അങ്ങനല്ലേ വെച്ചേക്കുന്നത്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല, അങ്ങനെ ഓർഡർ വെച്ചിരിക്കുക. അത് സ്ത്രീകളുടെ അടിമയാണെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈശിഷ്ട്യം അങ്ങനെ. ചില പറഞ്ഞ പുരുഷന് സ്ത്രീ ഒന്നും ഇല്ലെന്നാ. ആര് പറഞ്ഞില്ലെന്ന്? എന്നാ പിന്നെ ആ പദം പോലും വേണ്ടല്ലോ, മനുഷ്യനെന്ന് എഴുതിയാൽ പോരെ. പുരുഷന് പുരുഷൻ്റെതായ വിശേഷതകളുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടെ വൈശിഷ്ട്യമുണ്ട്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്ത്രീയെ ദൈവം വെച്ച വ്യവസ്ഥ എങ്ങനെ, പുരുഷനെ ആശ്രയിച്ച് വേണം ജീവിക്കാൻ. അത് അടിമയായിട്ടല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വിശേഷത അതാ. അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ മേല. കർത്താവ് കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ, നിന്റെ ആഗ്രഹം നിന്റെ, ഉറക്കെ പറ. ഓ അതൊന്നുമില്ല, എന്നാ പിന്നെ നിന്റെ ആഗ്രഹം, ഉറക്കെ പറ. ഒരാഗ്രഹവും ഇല്ലാത്ത കുറെ എണ്ണം വന്നിരിക്കുന്നു. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അങ്ങനല്ലേ എഴുതിയേക്കുന്ന ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ സ്ത്രീയോട് ദൈവം പറയുന്നത്. വായിച്ചേ മോളെ. ഓ അതുങ്ങളും കണ്ടില്ലെന്ന് തോന്നുന്നു. നിന്റെ ആഗ്രഹം, ഉറക്കെ വായിച്ചേ, മൈക്കിൽ കൂടെ വായിക്കാവോ? ഉറക്കെ വായിക്കേ. ആ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. നിന്റെ ഭർത്താവിനോട്. അങ്ങനെ അപ്പുറത്തെ കറിയാച്ചനോടല്ല. ഇത് ഭർത്താവിനോട് ഒന്നും പറയത്തില്ല. അപ്പുറത്തെ അവനോട് പറഞ്ഞ, വരുമ്പോൾ ഇച്ചിരി ഉള്ളി മേടിച്ചോണ്ട് വരണേ. അവൻ അന്നേ ഉള്ളി മേടിക്കാൻ തന്നെ നിൽക്കുക. അവൻ അവിടെ നിൽക്കുന്നെങ്കിൽ നോട്ടമല്ല, മിണ്ടുന്നില്ലല്ലോ. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അടുത്ത പദം, അവൻ നിന്നെ ഭരിക്കും. ആ അതാ ദൈവം വെച്ച വ്യവസ്ഥയാ. അവൻ നിന്നെ ഭരിക്കും. ഒരു സ്ത്രീ പുരുഷന്റെ ഭരണത്തിന് കീഴിലായിരിക്കണം. അത് അടിച്ചമർത്തുകയല്ല, അടിമയാക്കുകയല്ല, പീഡിപ്പിക്കുകയല്ല, ഉപദ്രവിക്കുകയല്ല, ആക്ഷേപവുമല്ല. ദൈവം വെച്ച വ്യവസ്ഥയാതാ അല്ലേ? ഓ ഞാൻ നിർത്തുക, വെറുതെ എന്തിനാ? ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. ഇന്ന് രാത്രി ഈ സ്തോത്രം, നീ നിന്റെ സകലത്തെയും തകർത്ത് മുന്നേറാൻ പോവാന്ന് പറഞ്ഞാൽ അവനെയും കാലുമടക്കി ഒരു അടി അടിച്ചേച്ച് നേരെ, അതൊക്കെ ഇഷ്ടമാണ്. സ്തോത്രം. ഇത് നല്ല ഗുണദോഷം പറയുന്നത് ഇഷ്ടമല്ല, എന്നാ ചെയ്യാൻ? അതെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ആവശ്യമില്ലാത്ത ബന്ധുത ദൈവമക്കൾക്ക് പാടില്ല. ഇവർ ബാൽ പെയോറിനോട് ചേർന്നു, ബിലയാമിനോട് ചേർന്നു.
അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലെന്നാ. അങ്ങനെ കഴിച്ചാൽ കുഴപ്പമാ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18 പഠിക്കുമ്പോൾ യഹോശാഫാത്ത് ആഗാബുമായിട്ട് സംബന്ധം ഉണ്ടായെന്ന. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അതല്യയെ കെട്ടിച്ച്. കല്യാണം ദൈവഗതമല്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു, യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിന് ചരിത്രം പറഞ്ഞ കുടലി ക്യാൻസർ ഉണ്ടായി. ഒടുവിൽ ഉദരം പൊട്ടി കുടല് വെളിയിൽ ചാടി ഇവൻ ചത്തുപോയെന്ന. ആവശ്യമില്ലാത്ത ബന്ധതയാ. തർശീശയിലേക്ക് ഓടാൻ കപ്പലുണ്ടാക്കി. ബിസിനസ് പപ്പടം പൊടിക്കും പോലെ കപ്പലെല്ലാം ദൈവം അങ്ങ് പൊടിച്ചു. കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ കപ്പലുകളെ അടിച്ചുടച്ചു കളഞ്ഞു. അപ്പം ആവശ്യമില്ലാത്ത ബന്ധത, ആവശ്യമില്ലാത്ത ഇടപാടൊന്നും ദൈവമക്കൾക്ക് പാടില്ല. സ്വത്തും പണവും ചുറ്റുപാടും നോക്കിയല്ല ഒരു ദൈവപൈതൽ ബന്ധം കൂടേണ്ടത്. അവൻ ദൈവകൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയൊക്കെ കൂടിയവർക്ക് ചിലപ്പോൾ പ്രാരംഭത്തിൽ ബുദ്ധിമുട്ടും ഞെരുക്കമൊക്കെ കാണും. പക്ഷേ അതെല്ലാം സ്വർഗത്തിലെ ദൈവം പരിഹരിച്ചു തരും.